പാണക്കാട് തങ്ങളെ കാണാൻ സന്ദീപ് വാര്യരെത്തി. രാവിലെ കൊടപ്പനയ്ക്കൽ തറവാട്ടിൽ അദ്ദേഹം എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ ചാനലുകളിലൂടെയും ഒക്കെ പങ്കുവച്ചു. ഏറ്റവും മനോഹരമായ പുഞ്ചിരിയോടെ സന്തോഷത്തോടെ അദ്ദേഹം കൊടപ്പനയ്ക്കലേക്ക് എത്തുകയാണ്. അത് UDFൻ്റെ അനുഭാവികളും ഒരുപാട് മനുഷ്യരും സന്തോഷത്തോടെയും ആശ്വാസത്തോടെയും കണ്ടു. എന്നാൽ മറ്റ് ചിലരൊക്കെയും അതിന് ട്രോളുകളും വിയോജിപ്പുകളും വിമർശനങ്ങളും ഒക്കെയായി കളം നിറഞ്ഞു നിന്നു. നമ്മുടെ മുഖ്യമന്ത്രി പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിലും അത് പരാമർശിച്ചു. സ്വാഭാവികം, ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഇത്തരം സന്ദർശനങ്ങളും അല്ലെങ്കിൽ പാർട്ടി മാറലുകളും ഒക്കെ വലിയ സവിശേഷമായ മാനമുണ്ട് എന്നത് ശരിയാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇത്രയും നാടകീയമായി മാറുന്നത് പാലക്കാടിന് സ്വന്തമായിരിക്കും എന്നതാണ് എൻ്റെ വിചാരം. ആ വിഷയമല്ല ഞാൻ പറയാൻ വന്നത്. പാണക്കാട് വീട്ടിലേക്ക് സന്ദീപ് വാര്യരെത്തുമ്പോൾ സന്ദീപ് വാര്യർ എന്തെങ്കിലും ആദരിക്കപ്പെടുകയോ അംഗീകരിക്കപ്പെടുകയോ ഉയർത്തപ്പെടുകയോ ചെയ്യുന്നതിനപ്പുറം ആ വീട്ടിലേക്ക് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഏറ്റവും സ്നേഹമസൃണമായ പുഞ്ചിരിയോടുകൂടി മാത്രമേ അവിടേക്ക് പ്രവേശിക്കാനാവൂ എന്ന ഒരു മഹത്തായ അനുഭവ സാക്ഷ്യം കൂടിയാണ് ഈ സന്ദർശനം നൽകുന്നത്. കൊടപ്പനയ്ക്കൽ തറവാടും പാണക്കാട് കുടുംബവുമൊക്കെ ഈ കാലങ്ങളെ അതിജീവിച്ച് നൂറ്റാണ്ടുകളെ അതിജീവിച്ച് ഇന്നും സ്നേഹത്തോട് ചേർത്ത് വെക്കുന്ന രാഷ്ട്രീയ സാമൂഹിക ഇടങ്ങളിലൊക്കെയും മനുഷ്യരുടെ ഇഷ്ടങ്ങളെ സ്നേഹങ്ങളെ പിടിച്ചുപറ്റാൻ കഴിയുന്ന തരത്തിലേക്ക് നിലനിൽക്കാനാവുക എന്നത് അതിസാഹസികമായ ഒരു ദൗത്യമാണ്. ആ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ കുടുംബത്തിൻ്റെ സൂക്ഷ്മതയും പ്രാർത്ഥനയും പോലെ തന്നെ ഉടയതമ്പുരാൻ്റെ അനുഗ്രഹവുമാണ്. ആ അനുഗ്രഹത്തിൻ്റെ വിനയാന്വിത ഭാവം അവരുടെയൊക്കെ പെരുമാറ്റത്തിൽ ഇടപെടലുകളിൽ ഒക്കെ നമുക്ക് കാണാനാവും. അവിടേക്ക് ചെന്ന് ക്ഷോഭിക്കാനോ വിദ്വേഷം പറയാനോ വല്ലാതെ വിമർശിക്കാനോ അല്ലെങ്കിൽ അത്തരം വിരുദ്ധ അഭിപ്രായങ്ങൾക്കോ ഒന്നും ആ കുടുംബത്തിൻ്റെ ഗേറ്റിനകത്തേക്ക് പ്രവേശനമില്ലാത്തവണ്ണം സന്തോഷത്തിലും ആശ്വാസത്തിലും സ്നേഹത്തിലുമാണ് അവിടെ നിൽക്കുന്നവരധികവും. അതുകൊണ്ട് ഇപ്പോഴത്തെ സന്ദീപ് വാര്യർക്ക് കയറാനായത് ആ സ്നേഹത്തിൻ്റെയും വിദ്വേഷമില്ലാത്ത വെറുപ്പില്ലാത്ത മനുഷ്യനെ ചേർത്ത് വെക്കുന്ന ഇഷ്ടങ്ങളുടെയും സാന്നിധ്യം നിറഞ്ഞ മനസ്സുകൊണ്ടും പുഞ്ചിരി കൊണ്ടുമാണ്. വേറൊരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ അവിടേക്ക് പോകാനാവില്ലെന്ന് മാത്രമല്ല, അകലെ നിന്ന് കല്ലെറിയാനും വിമർശിക്കാനും മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ രാഷ്ട്രീയമാനങ്ങൾക്കപ്പുറത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തെയും കാലത്തെയും ഒക്കെ അടയാളപ്പെടുത്തത്തക്ക വിധം നൂറ്റാണ്ടുകളേറെയായി അടയ്ക്കാത്ത വാതിലുമായി തുറന്നു കിടക്കുന്ന ഒരു വീടും ആശ്വാസത്തിൻ്റെ തുരുത്തുകൾ തേടി ആവർത്തിച്ചാവർത്തിച്ച് മടുപ്പില്ലാതെ മടിയില്ലാതെ എത്തിച്ചേരുന്ന മനുഷ്യരുടെ ഏറ്റവും ആശ്വാസകരമായ ആ സന്ദർശനങ്ങളും അതിനോട് സ്നേഹം ചേർത്ത് വെക്കുന്ന ഇഷ്ടം ചേർത്ത് വെക്കുന്ന പുഞ്ചിരി സമ്മാനിക്കുന്ന വിദ്വേഷങ്ങളും വെറുപ്പുമില്ലാത്ത ആ മനോഭാവവുമൊക്കെ ചേരുന്ന ഒരിടമായി തീരുന്ന കുടപ്പനയ്ക്കൽ തറവാടും പാണക്കാട് കുടുംബവുമൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നത് അതിൻ്റെ ഒരു അനുഗ്രഹമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ട്രോളിയാലും വിമർശിച്ചാലും ഒക്കെ ആയാലും അതിനൊന്നും അവിടെ നിന്നൊരു മറുപടിയോ അല്ലെങ്കിൽ ഒരു വെറുപ്പോ വിദ്വേഷമോ ഉയരില്ലെന്ന് മാത്രമല്ല, ആ പടി കടക്കുന്നവർക്ക് ആ പടിക്ക് പുറത്ത് എല്ലാ വെറുപ്പും വിദ്വേഷവും മാറ്റിവെച്ചതിന് ശേഷം മാത്രമേ പ്രവേശിക്കാനുമാവൂ. അതാണ് സത്യം, അതാണ് അനുഭവം.